നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി സെൻസെക്സ് മിഡ് ക്യാപ് നിഫ്റ്റി പ്ലസ് ക്രൂഡ് ഓയിൽ അനാലിസിസ് മൺഡേത്തേക്കുള്ള അനാലിസിസ് ആണ്. ഇവിടെ ഷെയർ ആൻഡ് ലെവൽസ് ലേണിംഗ് പർപ്പസ് ലെവൽസ് ആണ് ലേൺ ചെയ്യാൻ നമ്മൾ സ്ട്രാറ്റജി. ഫസ്റ്റ് ക്രൂഡ് ഓയിൽ സ്റ്റാർട്ട് ചെയ്യാം. ക്രൂഡ് ഓയിൽ ലാസ്റ്റ് വീഡിയോയിൽ പ്രോപ്പർലി ഒരു ട്രയാങ്കിൾ പാറ്റേൺ ഷെയർ ചെയ്തായിരുന്നു. 1 2 3 4 and 5 ആൻഡ് പ്രൈസ് ഷാർപ്ലി മുകളിലേക്ക് പോകണം. റൈറ്റ്, ആ വീഡിയോ കണ്ടില്ലെങ്കിൽ മസ്റ്റായിട്ട് കാണണം. ട്രയാങ്കിൾ പാറ്റേണിൻ്റെ ഒരു ബെനിഫിറ്റ് ഇതാണ്. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ട്രയാങ്കിൾ പാറ്റേൺ ഇപ്പോഴാണ് ഫോം ചെയ്യുന്നത് ഫോർത്തിൽ ഇത് തന്നെ ഞാൻ ഇവിടുന്ന് റീഡ് ചെയ്തായിരുന്നു. ഇവിടുന്ന് 1 2 3 4 5 ഇത് 1 ആയി, ഇത് സെക്കൻഡ് ഡിഗ്രി, തേർഡ് ആൻഡ് ഫോർത്തിൽ ട്രയാങ്കിൾ പാറ്റേൺ ഫോം ചെയ്തു വന്നേ തന്നെ ആൻഡ് പ്രൈസ് ഷുഡ് ഗോ അപ്പ് സൈഡ്. സോ ഇനി ക്രൂഡ് ഓയിൽ എന്താണ്? ക്രൂഡ് ഓയിൽ നല്ലപോലെ ബ്ലാസ്റ്റ് ചെയ്തിട്ടുണ്ട്. ട്രയാങ്കിൾ പാറ്റേണിൻ്റെ വീഡിയോ കണ്ടില്ലെങ്കിൽ ലാസ്റ്റ് വീഡിയോ മസ്റ്റായിട്ട് കാണണം കേട്ടോ. ട്രയാങ്കിൾ പാറ്റേൺ എപ്പോഴും ഫോർത്തിലേ ഫോം ചെയ്യുള്ളൂ. മസ്റ്റായിട്ട് എല്ലാം പഴയ വീഡിയോസ് കാണണം. ഓക്കെ, ആ 2-3 പേര് റെഗുലർലി പഴയ വീഡിയോസ് കാണുന്നുണ്ട്. എടുത്ത് അവർ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് എനിക്കറിയാൻ പറ്റുന്നത് അവർ റെഗുലർ പഴയ വീഡിയോസ് കാണുന്നുണ്ട്. സോ അതുപോലെ പഴയ വീഡിയോസ് എല്ലാവരും കാണുവാണെങ്കിൽ അവർക്ക് അറിയാൻ പറ്റും പ്രൈസ് എങ്ങനെയൊക്കെയാണ് ബിഹേവ് ചെയ്യാറുണ്ട്. അതേപോലെ എലീറ്റ് വിബിയസ് തിയറിയിൽ പ്രൈസ് ബിഹേവ് ചെയ്യാറുണ്ട്. അത് മനസ്സിലാക്കിയെടുക്കുക. സോ അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടും. ഓക്കെ, സോ അതേപോലെ തന്നെ എല്ലാവരും കൂടി മാക്സിമം ട്രൈ ചെയ്യുക. ഇനി നെക്സ്റ്റ് എന്താണ്? ക്രൂഡ് ഓയിൽ ഇപ്പോൾ ഫിഫ്ത്തിൻ്റെ ട്രയാങ്കിൾ പാറ്റേണിൻ്റെ ബ്രേക്ക് ദാറ്റ് മീൻസ് പ്രൈസ് ഏതിൽ എൻറ്റേർഡായി? പ്രൈസ് ഫിഫ്ത്തിൽ എൻറ്റേർഡായി. ഫിഫ്ത്തിൻ്റെ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രൈസ് ഇവിടെ തന്നെ ഫിഫ്ത്ത് ഇവിടെ നിന്നല്ല സ്റ്റാർട്ട് ആയത്. സോ ഇതിൻ്റെ 1 2 ഇത് ഫുൾ 3 ആണ്. സോ അതിൻ്റെ ഒരു 4 and 5 കൂടി നമുക്ക് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. ഇതിനകത്ത് ഇപ്പോൾ ഫോർത്ത് ഇത് വരുന്നുണ്ട്. ഫോർത്തിൻ്റെ റിജക്ഷൻ പ്രോപ്പർ വരുന്നുണ്ട്. ഇതുണ്ടോ? ഇതാണ് നമ്മുടെ എക്സ്റ്റൻഷൻ പ്രൈസ്. സോ ഫിഫ്ത്ത് എത്ര വരെ വരാം? ഫിഫ്ത്ത് നമുക്ക് നോക്കാം. ഫിഫ്ത്തിൻ്റെ ഫിഫ്ത്താണ് ഇപ്പോൾ ശ്രദ്ധിക്കുക. കൗണ്ടിങ് മസ്റ്റാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട് കൗണ്ടിങ് മസ്റ്റ്. ഫിഫ്ത്തിൻ്റെ ട്രയാങ്കിൾ ബ്രേക്കൗട്ട് ഇവിടെ നിന്നല്ല ആയത്. സോ ഫിഫ്ത്തിൻ്റെ ലോവസ്റ്റ് പാർട്ട് ഇതാണ് നമ്മുടെ ആൻഡ് പ്രൈസ് പോയേക്കണേ ഇപ്പോൾ ഇതാണ്. സോ നെക്സ്റ്റ് സപ്പോർട്ട് വരുന്നത് 23.60%, 38% ആൻഡ് മാക്സിമം 50%. 50% ബിലോ പോയാൽ മാത്രമേ അത് വീക്ക് ആവുള്ളൂ. ഓക്കെ, 50% സപ്പോർട്ടാണ് നമ്മുടെ ഇതിൻ്റെ ബിലോ പോയാൽ മാത്രമേ പ്രൈസ് ഇനി വീക്ക് ആവുള്ളൂ. അല്ലെങ്കിൽ സ്റ്റിൽ പ്രൈസ് സപ്പോർട്ട് എടുത്തിട്ട് മുകളിലേക്ക് കയറാനുള്ള ചാൻസസ് ഉണ്ടാകും. 38 പോയിൻറ്റ് ഇതായ റീഷ്യോ ആയിരുന്നു. അത് നോക്കിയിട്ട് കറക്റ്റായിട്ട് വെക്കണം കേട്ടോ. എല്ലാവരും കൂടി മാറിപ്പോയി ഐ തിങ്ക് ഞാൻ ടച്ച് ചെയ്തപ്പോൾ. ഓക്കെ, സോ ഇതാണ് ഇതിൻ്റെ സപ്പോർട്ട്സ് ലെവൽ. ഓക്കെ, സോ ഇനി ഇതിനകത്ത് വീണ്ടും പ്രൈസ് വരികയാണെങ്കിൽ താഴേക്ക് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. താഴേക്ക് സപ്പോർട്ട് തിരിച്ച് മുകളിലേക്ക് വരികയാണെങ്കിൽ ഒരു ലെഗ് കൂടി നെക്സ്റ്റ് നമുക്ക് മുകളിലേക്ക് കിട്ടും. ബട്ട് സപ്പോർട്ട് തിരിച്ച് എപ്പോഴാണ് കയറുന്നത് അതാണ് നമുക്ക് നോക്കാനുള്ളത്. ക്രൂഡ് ഓയിൽ. ഓക്കെ, നിഫ്റ്റിയിൽ പോകാൻ നമുക്ക് ഇനി നിഫ്റ്റി വാട്ട് എ പ്രോപ്പർ ബൗൺസ് ആൻഡ് റിജക്ഷൻ. ഞാൻ പറഞ്ഞായിരുന്നു പ്രൈസ് നിഫ്റ്റിയുടെ പഴയ വീഡിയോ കണ്ടില്ലെങ്കിൽ കാണുന്നത് 24,590 ഈ ഒരു ലെവൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഫുൾ ഡേ പ്രൈസ് അവിടെ തന്നെ സ്പ്രെഡ് ചെയ്തു ആൻഡ് ലാസ്റ്റിലാണ് ഫോൺ. ഭയങ്കര ട്രാപ്പായിരുന്നു. ട്രാപ്പ് എന്ന് പറഞ്ഞാൽ ഒത്തിരി സൈഡ് വേസ് ആക്കിയത്. അതാണ് ഒരു മാർക്കറ്റ് ആകെ ഇതാക്കും. കാരണം വെച്ചാൽ ലാസ്റ്റിലാണ് ഈ ഒരു ഷാർപ്പ് ഫോൺ നമുക്ക് കിട്ടി. ഫുൾ ഡേ ഇവിടെ ടൈം പാസ് അപ്പ് ഡൗൺ ട്രയാങ്കിൾ പാറ്റേൺ പോലെ ഉണ്ടാക്കി. 1-2 പേര് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്തായിരുന്നു ഇത് ഡയഗണൽ പാറ്റേൺ എന്തെങ്കിലും കാണുന്നുണ്ടോ ഇല്ലാന്ന്. ബട്ട് അവരെന്ത് ചെയ്തു? ഇത് ഡയഗണൽ ആക്കാതെ പ്രൈസ് എന്ത് ചെയ്തു അറിയാമോ? ടൈപ്പ് ഓഫ് ചാനലിലേക്ക് ആക്കിയത്. ഇങ്ങനെ തേർഡ് ഇങ്ങനെ ടൈപ്പ് ഓഫ് ചാനലിലേക്ക് ആക്കി. ഇതാണ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് ട്രാപ്പ് ചെയ്യും. എന്താ ഇങ്ങനെ ടൈപ്പ് ഓഫ് ചാനലിലേക്ക് ആക്കി വരും ആൻഡ് ദെൻ ഫർദർ ഫോൾ നമുക്ക് കിട്ടി. നെക്സ്റ്റ് എന്താണ് നമുക്കിനി നോക്കാനുള്ളത്? ഞാൻ കൂടുതൽ ഇപ്പോൾ എക്സ്പ്ലനേഷൻ തരുന്നില്ല. ലൈക്ക് വളരെ കുറവാണ്. ഇപ്പോൾ ഞാൻ എക്സ്പ്ലനേഷൻ തരുന്നില്ല കേട്ടോ. കൂടുതൽ എക്സ്പ്ലനേഷൻ തന്നാൽ ഒരു ഇതില്ല, ഗുണമില്ല. കാരണം വെച്ചാൽ വീഡിയോ എല്ലാവരും കാണുന്നു, ബട്ട് ലൈക്ക് വളരെ കുറവ്. ആകെ കാണുന്ന 100 പേരാണ് കാണുന്നത്. ലൈക്സ് ആകെ 100 ലൈക്സ് ആകെ 18 or 20 ലൈക്സ് മാത്രമേ ഉണ്ടാവൂ. ഇനി എക്സ്പ്ലനേഷൻ കൂടുതൽ ലൈക്സ് കിട്ടിയാലേ മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് എന്താണ്? പ്രൈസ് ഇതിൻ്റെ ബിലോ ആണെങ്കിൽ പ്രൈസ് ഫർദർ ഫോൾ കാണിക്കും. 81.20%. ഓക്കെ, സോ ഡിസൈഡർ ലെവലാണ് ഇത് 81. ഓക്കെ, ഇതിൻ്റെ ബിലോ പ്രൈസ് പോവുകയാണെങ്കിൽ നാളെ ഇൻ കേസ് ഗ്യാപ് ഡൗൺ ആണെങ്കിൽ ഇതിൻ്റെ ബിലോ പ്രൈസ് ആണെങ്കിൽ സോ വീക്ക്നെസ് ആണ്. ഫർദർ ഇതാണ് സിക്കാക്കിയാൽ മാത്രം 24,400. ഇതിൻ്റെ ബിലോ ആണെങ്കിൽ പ്രൈസ് ഫർദർ ലോ ഇതും ഇനി ടെസ്റ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ആൻഡ് നെക്സ്റ്റ് എന്താണ് പറയാനുള്ളത്? പ്രൈസ് ഫിഫ്ത്തിൻ്റെ ലാസ്റ്റാണ്. ഞാൻ ഓൾറെഡി കുറേ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ എക്സ്പ്ലനേഷൻ ഞാൻ തരുന്നില്ല. ഇതാണ് സപ്പോർട്ട്. 111% കൂടി സപ്പോർട്ടാണ്. സോ പ്രൈസ് ഇവിടെ നിന്ന് ഐ തിങ്ക് ബോട്ടം ഔട്ട് ചെയ്യേണ്ടതാണ്. പ്രൈസ്
ഈ ഇവിടുന്നേയും ചാൻസസ് ഉണ്ട്, മനസ്സിലാക്കി എടുക്കുക. പ്രൈസ് ഇവിടുന്ന് പോയത് 1 2 3 4 5 ആയിട്ട് മുകളിൽ പോയി, താഴേക്ക് വന്നിട്ട് 2 ഡേ ഫോൾ ആണെങ്കിൽ, ഇത് 2 ഡേ ഫോൾ ആണെങ്കിൽ 24,400 ബ്രേക്ക് ചെയ്യാൻ പാടില്ല. ഓക്കെ, ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ സപ്പോർട്ട് എടുത്ത് തിരിച്ച് മുകളിലേക്ക് കയറുകയാണെങ്കിൽ നന്നായിട്ട് പ്രൈസ് വീണ്ടും മുകളിലേക്ക് കയറാനുള്ള ചാൻസസ് ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, സോ ഈ ഹൈ പിന്നെ സേഫ് അല്ല, പ്രൈസ് മുകളിലേക്ക് പോകും. ഇൻ കേസ് 25,400 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ സോ ഈ ലോ സേഫ് അല്ല, പിന്നെ 111%, 127 ഫോർദർ ലെവൽസ് നമുക്ക് കിട്ടും. ഓക്കെ, 161.80 കൂടി പോകും. ആൻഡ് ഇവിടെ വന്നിട്ട് ഡയഗണൽ പാറ്റേൺ, എൻഡി ഡയഗണൽ പാറ്റേൺ, റിവേഴ്സൽ പാറ്റേൺ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ പിന്നെ റെഡി ആയിക്കോ ഫോർദർ മോൾ. മീൻസ് ഇവിടെ എവിടെയെങ്കിലും പ്രൈസ് ഫിനിഷ് ചെയ്യേണ്ടതാണ് ഈ ഒരു വരുന്ന ഹ്യൂജ് ഫോൾ, ഇത് കുറേ ഈ ഒരു ഫോൾ. ഓക്കെ, then ഇവിടെ നമുക്ക് പ്രൈസ് മുകളിലേക്ക് ഇവിടെ വരെങ്കിലും അത്യാവശ്യം നല്ലപോലെ ബൗണ്ട് നമുക്ക് കിട്ടാനുള്ള ചാൻസസ് ഉണ്ടാകും പ്രൈസ്. ഓക്കെ, കൂടുതൽ എക്സ്പ്ലനേഷൻ തരുന്നില്ല, ഇനി കൂടുതൽ എക്സ്പ്ലനേഷൻ നമ്മുടെ ലൈക്സ് കണ്ടിട്ടായിരിക്കും. കാരണം എന്താ വെച്ചാൽ ഇത്രയും ലോങ് വീഡിയോ ഞാൻ ഉണ്ടാക്കുന്നു, ആളുകൾ ലൈക്കും ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ ഇത് ഇത്തിരി മോശമാണ്. ആകെ 100 ലൈക്സ് 20 ലൈക്സ് മാത്രമേ ഉണ്ടാവുള്ളൂ, റെയർ ആണ് 20 ലൈക്സ്. നമുക്കിനി ബാൻ നിഫ്റ്റി നോക്കാം. ബാൻ നിഫ്റ്റിയുടെ ഫോർദർ ലെവൽസ് നമുക്ക് ഇത് ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ എടുക്കാം, മാർക്ക് ചെയ്യാം. ഓക്കെ, ഓൾറെഡി നല്ല സപ്പോർട്ടിലാണല്ലോ ബാൻ നിഫ്റ്റി. ബിഗർ ടൈം ഫ്രെയിമിൽ എന്താണെന്ന് നമുക്ക് നോക്കാനുള്ളത്. ബാൻ നിഫ്റ്റി ഓൾറെഡി സപ്പോർട്ടിലാണല്ലോ, അന്ന് നമ്മൾ ചെയ്ത് എക്സ്പാൻഡിങ് ട്രെൻഡിനാണല്ലോ. ബാൻ നിഫ്റ്റിയുടെ ബിഗർ ടൈം ഫ്രെയിമിൽ നിന്ന് സപ്പോർട്ട് ഫൈൻഡ് ചെയ്യുകയാണെങ്കിൽ ബാൻ നിഫ്റ്റി മുകളിലത്തെ ഇതെല്ലാം ഡിലീറ്റ് ചെയ്യുന്നുണ്ട് ഞാനിപ്പോൾ. ഓക്കെ, ബാൻ നിഫ്റ്റി ഫ്രം ഹിയർ ഇതൊന്ന് നോക്കുകയാണെങ്കിൽ ഇവിടുന്ന് ഇവിടെ വരെ ഫുൾ. എല്ലാവരും മാക്സിമം ലൈക്ക് ചെയ്യണം കേട്ടോ, മാക്സിമം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ്, ഷെയർ ചെയ്യാൻ മറക്കണ്ട. ബാൻ നിഫ്റ്റി നെക്സ്റ്റ് സപ്പോർട്ട് ഇതാണ് 20,000 ബിഗർ ടൈം ഫ്രെയിമിൻ്റെ സപ്പോർട്ടാണ്. അതിനകത്ത് കഴിഞ്ഞ് 50,000 വരെ മാക്സിമം ഫോളാണ് നമുക്ക് ബിഗർ ടൈം ഫ്രെയിമിൽ ബാൻ നിഫ്റ്റി കിട്ടുള്ളൂ. ഓക്കെ, സ്മോൾ ടൈം ഫ്രെയിമിൽ ഇപ്പോഴാണ് നോക്കുക, ഇപ്പോൾ ഇനി വരുന്ന ഫോൾ. യെസ്, സോ താഴത്തെ ഒരു സപ്പോർട്ട് ലൈൻ സ്മോൾ ടൈം ഫ്രെയിമിൽ ഇതിൻ്റെ ലെവൽസ് നോക്കുകയാണെങ്കിൽ ബാൻ നിഫ്റ്റിയുടെ ഇതിങ്ങനെ നോക്കുകയാണെങ്കിൽ 200%, 261.80% ഇതാണ്, ആൻഡ് 261.80% ബാൻ നിഫ്റ്റിയുടെ നെക്സ്റ്റ് സപ്പോർട്ട്സ്. ഓക്കെ, സെൻസെക്സ് പോകാം. സെൻസെക്സ് നിഫ്റ്റിയുടെ പോലെ തന്നെ ആക്കാം, എനിക്ക് വേറെ ഒന്നും ഇതിനകത്ത് എക്സ്പ്ലനേഷൻ തരാൻ ഇപ്പോൾ ഇല്ല. സെൻസെക്സ് നമ്മുടെ നിഫ്റ്റിയുടെ പോലെ തന്നെ ഇതിൻ്റെ ഇതെടുക്കുക 81.20%. ഓപ്പണിംഗ് മൺഡേ എങ്ങനെയാണ് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ ദാറ്റ് മീൻസ് അവർ 81.20% സേവ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ഗ്യാപ് ഡൗൺ ആണെങ്കിൽ പ്രൈസ് ഫോർദർ ഡൗൺ സൈഡ് തന്നെ ഉണ്ടാവുകയുള്ളൂ, നമുക്ക് നോ ഡൗട്ട് പ്രൈസ് ഫോർദർ വീക്ക്നെസ് കാണിക്കത്തില്ല. ഓക്കെ കേട്ടോ, സോ 81.20% ബോത്ത് ഇൻഡെക്സിൻ്റെ 81.20% ആണ് നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, ഇതിൻ്റെ ഫോർദർ ലെവൽ നിങ്ങൾ മാർക്ക് ചെയ്തോട്ടെ, ഞാനിപ്പോൾ 2 ലെവൽ മാത്രമേ മാർക്ക് ചെയ്യുന്നുള്ളൂ, 127% 161.80%. റിവേഴ്സൽ പാറ്റേൺ കിട്ടുവാണെങ്കിൽ മാത്രമേ അപ്പ് സൈഡ് നോക്കാവുള്ളൂ. ഓക്കെ, സോ 81.20% ആണ് മെയിൻ നമുക്ക്. ഓക്കെ, ഇതിൻ്റെ ബില്ലും ആണെങ്കിൽ പ്രൈസ് പിന്നെ ഫോർദർ ഡൗൺ സൈഡാണ്. നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട്, നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട് പ്രൈസ് ജെന്വിൻലി പ്രൈസ് മുകളിലേക്ക് പോകാനുള്ള ചാൻസസ് കാണുന്നുണ്ട്. ഇപ്പോൾ 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ ഇത് 1 2 3 4 കണ്ട 4ലാണ് ഇപ്പോൾ ഉള്ളത് പ്രൈസ്. 4 ആണെങ്കിൽ പ്രൈസ് എന്ത് ചെയ്യുക 50% മാക്സിമം ഫോളാണ്. ഓക്കെ, 50% മാക്സിമം ഫോളാണ്. ആൻഡ് 2 ഡേ ലോ ബ്രേക്ക് ചെയ്യാൻ പാടില്ല, ശ്രദ്ധിക്കുക എപ്പോഴും. എലിറ്റ് വ്യൂ തിയറി എന്താ പറയണത്, നമ്മുടെ 2 ഡേ ലോ 2 ഏതാണ് നമ്മുടെ ഇതാണ്. സോ ഇതിൻ്റെ ലോ ബ്രേക്ക് ചെയ്യാൻ പാടില്ല, ഇതിൻ്റെ ലോ ബ്രേക്ക് ചെയ്താൽ വീക്ക്നെസ് ഉണ്ടാകും, അല്ലെങ്കിൽ അത് നമുക്ക് ഇച്ചിരി തിക്കാക്കി മാർക്ക് ചെയ്യാം. സോ മനസ്സിലായോ, 2 ഡേ ലോ ആണ് എപ്പോഴും ശ്രദ്ധിക്കാനുള്ളത്. ഇത് ഞാൻ എങ്ങനെ റീഡ് ചെയ്യുന്നത് വേണമെങ്കിൽ സ്മോൾ ടൈം ഫ്രെയിം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. ഫ്രം ഹിയർ ഇത് 1 ആണ്. ഓക്കെ, ഇത് 2 ആണ്. ഓക്കെ, 3 ആയി, ആൻഡ് ദെൻ ഇത് 4th ആണ്. 4 സപ്പോർട്ട് ചെയ്ത് തിരിച്ച് കയറുകയാണെങ്കിൽ വെരി ഗുഡ് അപ്പ് സൈഡ് നമുക്ക് കിട്ടും. ബട്ട് ആ ഒരു കേസിൽ ഈ 2 ഡേ ലോ ഇതാണ് 2 ഡേ ലോ, ഇത് ബ്രേക്ക് ചെയ്യാനേ പാടില്ല, ശ്രദ്ധിക്കുക കേട്ടോ. സോ സീൻ നെക്സ്റ്റ് വീഡിയോ. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യണം. താങ്ക് യു സോ മച്ച്.